ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബർത്ത്ഡേ നമ്പർ 3 എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ ഇന്ന് നമ്മൾ ലിജേച്ചൻ്റെ ബർത്ത്ഡേ ആണ്. ഇതോടുകൂടി നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് വൈൻഡപ്പും കൂടി ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ അതേ എനിക്കിന്ന് ഓഫായിരുന്നു. സോ ഞാനും കുട്ടിയും റെഡിയായി നേരത്തെ തന്നെ അങ്ങോട്ട് എത്തിയിട്ടോ. ഈ ഉടുപ്പ് കൊള്ളാലായി തന്നെ നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ഐശ്വര്യ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. സോ നമ്മൾ സുന്ദരികളായി ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തന്നെ ലിജേച്ചൻ്റെ വീട്ടിലെത്തി. ഷാനേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ അങ്ങോട്ടേക്ക് വരും. ഷാനേട്ടൻ മാത്രമല്ല, നമ്മുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ എല്ലാവരും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ഇവർ. പക്ഷെ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. സോ എല്ലാവരും ഒന്നിച്ച് വന്ന് ഹാപ്പി ആയിട്ട് നമ്മുടെ എത്തിയിട്ടോ. ഇന്നത്തോടുകൂടി നമ്മുടെ ബർത്ത്ഡേ എപ്പിസോഡ് എന്റെ പൊന്നെ എന്നോട്ട് പേടി അറിയോ? ഞങ്ങളുടെ കയ്യില്ല. ഇത്രയും ആഘോഷം സോ ഇന്നത്തോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ലിജേച്ചനോട് റോസ്മിനോട് വലിയ താങ്ക്സ് പറയാനുണ്ട്. കാരണം നമുക്ക് 3 പ്രാവശ്യമായിട്ട് നമ്മൾ ഓരോ ബർത്ത്ഡേക്ക് വരുമ്പോഴും നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ലിജേച്ചന് ഒരുപാട് താങ്ക്സ്. സോ നമുക്ക് അടുത്ത നെക്സ്റ്റ് കേക്ക് കട്ടിങ് ആണ് കേട്ടോ. കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. മാമയുടെ ബർത്ത്ഡേ റിച്ചായിട്ടുള്ള ആൾക്കാർക്കല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. ശരി, യൂട്യൂബിൽ വരാൻ വേണ്ടി കൊച്ചിനെ എടുത്ത് പഠിച്ചു. അതെന്താണ് സാധനം ഇങ്ങനെ കത്തണ്? ലിജോ അല്ല കത്തിക്കണ്ട, തിരി ലിജോ ഊതണ്ടത്. നിങ്ങൾ വേറെ ആരും കത്തിക്ക്. കയ്യെത്തിക്കാലോ പറഞ്ഞു. സാമി ഞാൻ നോർമലി വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഈ വീഡിയോസ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയത്ത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതിലുള്ള ഓരോ കോമഡിയും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കേട്ട് ഒന്നും പറയണമെന്ന് തോന്നിയില്ല. അതിങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ പോവായിരുന്നു. എല്ലാവരും കൂടി ഇപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിങ്ങനെ കാണുമ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക. നമ്മളിങ്ങനെ ഇടയ്ക്ക് കൂടാറുണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ആദ്യമായിട്ടുള്ളതല്ല ഇത്, പക്ഷെ എന്നാൽ കൂടിയും നമുക്കിതൊക്കെ ഭയങ്കര മെമ്മറബിൾ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മിസ്റ്റർ ലിജോന് എന്റെ പേരിലും ഫയർഫോഴ്സിന്റെ പേരിലും ബാക്കി ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും പേരിലും ഒരു ജന്മദിവസം ആശംസകൾ നേരുന്നു. കയ്യിലെന്താ കൊടുക്ക് കൊടുക്ക്. പെങ്കി പെങ്കി മൂത്തോര് എല്ലാം ഞാൻ പിടിക്കാം. അത് മാത്രം എടുക്കാനാണോ? ഇത് റെക്കോർഡാണോ? അപ്പൊ ഞാൻ ഒന്നും കട്ട് ചെയ്തിട്ട് ഓണാക്കി.
ഞാൻ കിട്ടി. എടാ ഇവനേലും പൂത്ത ഇവനാ പിന്നെ വളരെ പോത്തതാ. ഇവനോട് ഷെറിന് കൊടുക്ക്. ഞാൻ എടുത്തൊന്നുമില്ല. അടുത്ത മൂത്ത ആളല്ലേ മൂത്ത അതിന്റെ ബേക്കിൽ കൂടെ പോവാം. കൊച്ചിനെ ആദ്യം കൊടുത്തു. എത്ര ഉറപ്പിച്ചാലും ഹാപ്പി ബർത്ത്ഡേ. അല്ല എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഹാപ്പി അനീഷായിട്ടുള്ള പരിപാടി കാണിക്കട്ടെ. റോസ്മിക്ക് പ്രോസസിംഗ് കൊടുത്തു. അവള് ഉമ്മ കൊടുത്തതാ. ഇനി എടുത്താ എല്ലാരും കേക്ക് കിട്ടിയാ? റോസ്മി ഗിഫ്റ്റ് ഒന്നുമില്ലേ? ഞാൻ ഓൾറെഡി കൊടുത്തു. ഹാപ്പി ഹാപ്പി ഹാപ്പി. അത് സർപ്രൈസ്. ഹാപ്പി മാമൻ മതി. ഇവളുടെ കാര്യം ആലോചിച്ചിട്ടാ അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടോ. അടുത്ത ഞങ്ങളുടെ സ്വന്തം കലാപരിപാടിയിലേക്ക് കിടന്നു. പെട്ടെന്ന് തന്നെ ഒരു റീലെടുത്ത് കളയാമെന്ന് വിചാരിച്ചു. നമ്മളതിൻ്റെ പ്രാക്ടീസ് സെക്ഷനാണ് എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ സെറ്റായി പറഞ്ഞ എടുത്തു. അത് നമ്മൾ ഓൾറെഡി പോസ്റ്റും ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ DJ പവറോ സ്റ്റാർട്ട് ചെയ്തിരിക്കാം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം പോയിട്ട്, കാരണം അവർക്ക് പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. സോ ഒരുപാട് ലേറ്റ് ആവാനായിട്ട് അവർ നിന്നില്ല. നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. ഷാനയുടെ ഡ്യൂട്ടി ഉണ്ട്, പക്ഷേ എനിക്ക് ഓഫായിരുന്നു. സോ നമ്മളപ്പോൾ കുറച്ചും കൂടി അവിടെ നിന്ന് DJ ഒക്കെ എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. ഒരുപാട് ഒരു 12:30 1 മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയായിരുന്നു. പക്ഷെ നല്ലൊരു ഡേ ആയിരുന്നു അന്നത്തേത്. കാരണം എല്ലാവരും കൂടി ഒന്നിച്ച് കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന കുറച്ച് മൊമെൻറ്റ്സാണിത്. നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ. നാട്ടിൽ ഇല്ലാത്ത ആ ഒരു വൈബ് നമുക്ക് എപ്പോഴും മിസ് ചെയ്യുമല്ലോ. സോ ഇങ്ങനെ ഓരോ കൂടിക്കാഴ്ചകളിലാണ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്നതും. നമ്മൾ ആ ദിവസത്തിന് ഞാനൊക്കെ ആ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ബർത്ത്ഡേ. കാരണം നമുക്ക് 3 ബർത്ത്ഡേ ഉണ്ടായിരുന്നല്ലോ, റോസ്മിയുടെയും ചേച്ചിയുടെയും അതുപോലെ ലിജോ ചേട്ടൻ്റെ. അപ്പോൾ 3 പേരുടെയും ബർത്ത്ഡേ ഓരോ ആഴ്ച ഗ്യാപ്പില്ല. അപ്പം ഓരോ ആഴ്ചയൊക്കെ തീരുമ്പോഴും അടുത്ത ആഴ്ച പോകണം, അടുത്ത ആഴ്ച അങ്ങനെ ഇരുന്നത്. കാരണം പണ്ടൊക്കെ നാട്ടിലാണ് ഇതുപോലെ കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുക. 4 ദിവസം കഴിഞ്ഞ കല്യാണമാണ്. അങ്ങനെ നമ്മളിങ്ങനെ എണ്ണിയിരിക്കും. നമ്മുടെ കസിൻസിൻ്റെ ആണെങ്കിലും നമ്മുടെ ഫാമിലി ആരുടെയെങ്കിലും കല്യാണമാണെങ്കിലും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല. അതുപോലെയായിരുന്നു എനിക്ക് കേട്ടോ. നെയ്ക്കുട്ടിയും അതുപോലെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ ഓൾമോസ്റ്റ് ടൈം നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. സോ ഇതുപോലെ ഇടയ്ക്കൊക്കെ പുറത്തൊക്കെ പോകുമ്പോഴാണ് അവളൊന്ന് എല്ലാവരായിട്ടൊന്ന് മിങ്കിളാവുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതിന് ഒരു വേറൊരു സ്പെഷ്യൽ പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ. കാരണം ഇവർ ഞങ്ങളോടൊപ്പം ഒന്നിച്ച് ഞങ്ങളുടെ ഈ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നത്തേക്ക് 1 വർഷമായി. സോ ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടി ആ ഒരു ദിവസം കൂടി ഇങ്ങനെ ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഒരിക്കലും ഫാമിലി പോലെ എന്ന് എനിക്ക് പറയാനേ പറ്റില്ല. ഫാമിലി തന്നെയാണ്. സോ ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു ഫാമിലി ഫ്രണ്ട് എല്ലാമാണ് ഞങ്ങൾക്ക് അവർ. അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും ഒന്നിച്ച് ഞങ്ങളുടെ ഒപ്പം എല്ലാ നിമിഷവും നമ്മുടെ കൂടെ നിൽക്കുന്ന
രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. സോ നമുക്ക് അവരുടെ കൂടെ തന്നെ ഇപ്പോഴും ഹാപ്പി ആയിട്ട് ഈ ഒരു ദിവസം എൻജോയ് ചെയ്യാനും ഇത്രയും ഹാപ്പി ആയിട്ട് നമുക്ക് ഈ ഒരു ദിവസം ഓർക്കാനും കഴിഞ്ഞാൽ ഒരുപാട് ഈശ്വരന് ഞാൻ നന്ദി പറയാണ്. ബർത്ത്ഡേ വ്ളോഗ് ഞാൻ ഇതോടൊപ്പം വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. ഇനി അങ്ങോട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ നേർന്നുകൊണ്ട് തന്നെ ഞാൻ ഈ ഞങ്ങളുടെ കൊച്ചു ബർത്ത്ഡേ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ.